ലാസ്റ്റ് നിമിഷം വരെ നല്ല ത്രില്ലിൽ കണ്ടു കണ്ടില്ല. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പടവും ഭയങ്കര അടിപൊളിയാണ്. തിയേറ്ററിൽ തന്നെ കാണണം. ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനും ഒക്കെ തിയേറ്ററിൽ തന്നെ കാണണം. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഭയങ്കര അടിപൊളിയാണ്. ആക്ടേഴ്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എഡിറ്റ്സ് ആണെങ്കിലും ക്യാമറ എവറിത്തിങ് ഇസ് ഗ്രേറ്റ്. സോ തിയേറ്ററിൽ തന്നെ കാണണം. ബേസിൽ നസ്രിയ കോംബോ വർക്കൗട്ടായി നോക്കി. പിന്നെ തീർച്ചയായിട്ടും അത് ഷോറല്ലേ, പക്ക. ശരി, സൂപ്പർ മൂവിയാണ്, എല്ലാവരും പോയി കാണണം. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ. ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം, മിസ് ചെയ്യരുത്. സൂപ്പർ മൂവിയാണ്, എല്ലാവരും പോയി കാണാം. എല്ലാവരും പോയി ഇല്ല, നസ്രിയ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. ഒരു കംബാക്ക് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നസ്രിയ, ബേസിൽ ലേറ്റൻ, പിന്നെ സമീർക്ക, ഷൈജു ഖാലിദ് ഇവരുടെയൊക്കെ ഒരു പ്രോജക്റ്റിൽ ഭാഗമെന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ഈ സിനിമ ഇപ്പം വർക്കായപ്പം ഐ ഫീൽ വെരി ഹാപ്പി. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് സിനിമ നിങ്ങളുടെ കൂടെ തന്നെ ഇപ്പോൾ ഇരുന്ന് കാണുന്നത്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എനിക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ അറിയത്തില്ലായിരുന്നു. ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതാണ് ഒരു വിമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് എനിക്കും ഫീൽ ചെയ്തു. ഐ എം വെരി ഗ്ലാഡ്. കുറേ കാലമായിട്ട് സ്ത്രീകൾ സിനിമയിലില്ല എന്ന് പറയില്ലേ, സിനിമയിലുണ്ട്, സ്ത്രീകൾ മാത്രമേ സിനിമയിലുള്ളൂ. നല്ലതാണ്, ഒരുപാട് സന്തോഷം. എന്തായാലും ഒരു വിജയം ഉണ്ടാവുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടക്കട്ടെ. അടിപൊളി. രണ്ടുപേരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ് ഇതിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആയിരുന്നു ചിത്രം. നെക്സ്റ്റ് ഇയർ ഉണ്ടാവുമായിരിക്കും ഓൾമോസ്റ്റ്. വർക്കൗട്ട് ആയെന്നാണ് എൻ്റെ വിശ്വാസം. അതാ അങ്ങനെ ആയിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിച്ചതും കൊണ്ടല്ല, എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കാണുന്ന പോലെ തന്നെ ഫുൾ സസ്പെൻസ് ആണ്. ലാസ്റ്റത്തെ വരെ ഒരു 10-15 മിനിറ്റ്സ് വരെ സസ്പെൻസ് കീപ്പ് ചെയ്ത് അപ് ടു ദ എക്സ്പെക്റ്റേഷൻ നന്നായിട്ട്. അവരുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. നസ്രിയയുടെ തിരിച്ചുവരവ് ഡെഫിനറ്റ്ലി, കാരണം രണ്ടുപേരും ഈക്വലി ഹ്യൂമറും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സാണ്. ആൻഡ് അവരുടെ ഓൺ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിട്ട് ഇറ്റ് ഹാസ് വർക്ക് മാജിക്. മ്യൂസിക് അടിപൊളിയാണ്, നല്ല BGM, നല്ല സ്കോറിങ്, നല്ലതാണ്. എല്ലാം ടോട്ടലി 100% ഫാമിലി എൻ്റർടൈൻമെൻറ്റ് നന്നായിട്ടുണ്ട്. ബേസിൽ നസ്രിയൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ബേസിൽ കട്ടൊക്കെയാണ് നിന്നിട്ടുള്ളത്. പിന്നെ ഈച്ച് ആൻഡ് എവരി വൺ, എല്ലാ ആക്ടേഴ്സും, അതുപോലെ എൻ്റെ മോളുടെ കുട്ടി മാളൂട്ടി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് ഒരു മൂവി കിട്ടുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിലും നസ്രിയയും തമ്മിലുള്ള കോമ്പിനേഷൻ നന്നായിരുന്നു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അടിപൊളി സിനിമ, എല്ലാവരും കാണണം. പുതിയൊരു കോമഡി, പുതിയൊരു സ്റ്റൈലാണ്. ഒരു കോമഡി ചാനലിലുള്ളതാണ്. നസ്രിയ നല്ല മിസ്റ്ററി, ത്രില്ലിങ്, എന്താ പറയുക, നല്ല പാക്കാണ് പടം. നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന പടമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. മിസ് ചെയ്യരുത്, വാച്ച് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ട്രെയിലറിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ക്യാൻവാസിലുള്ള അങ്ങനെയൊന്നും അല്ല, തിയേറ്ററിൽ തന്നെ കാണണം. അത് മിസ് ചെയ്യരുത്, ഉടനെ തിയേറ്ററിൽ പോയി കാണാം. അത് ഞാനൊന്നും പറയാനായിട്ടില്ല. അടിപൊളിയാണ്, കിടലാണ്. നല്ല പെർഫെക്റ്റ്ലി നമ്മുടെ എന്താ പറയുക, ഒരു വൺ ഓഫ് എ കൈൻഡ് മലയാളം എന്ന് പറയാം. യെസ്, ഉറപ്പായിട്ടും.